ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ ഓടുന്നുണ്ട്. ഞായറാഴ്ച നടന്ന നീറ്റ് എക്സാമിൽ 1 മിനിറ്റ് വൈകി വന്ന പിള്ളേരെ, 2 മിനിറ്റ് വൈകി വന്ന പിള്ളേരെ, 3 മിനിറ്റ് വൈകി വന്ന പിള്ളേരെ ഗേറ്റിനകത്ത് കയറ്റിയില്ല, എക്സാം എഴുതാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയും ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് ശ്രദ്ധിച്ചപ്പോൾ അതിൽ 99% ആളുകളും അവർക്കെതിരായിട്ട് തന്നെയാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. കാരണം ഈ നീറ്റ് പരീക്ഷ ആൾറെഡി ഒരു പ്രാവശ്യം അത് ക്യാൻസൽ ചെയ്ത്, പിന്നെ ഡേറ്റ് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഡേറ്റ് അനൗൺസ് ചെയ്തതാണ്, ഹാൾ ടിക്കറ്റ് വന്നതാണ്. ഹാൾ ടിക്കറ്റും വന്നതാണ്. അപ്പം ദൂരെയുള്ള ആളുകൾ 1 ദിവസം 2 ദിവസം മുമ്പേ വന്ന് എക്സാം സെൻറ്ററിൻ്റെ ഏകദേശം അടുത്ത സ്ഥലത്ത് റൂം എടുത്തുകൊണ്ട് അവിടെ താമസിച്ചിട്ട് കറക്റ്റ് ടൈമിൽ എക്സാം സെൻറ്ററിൽ വരേണ്ടത് അവരുടെ ബാധ്യതയല്ലേ? 1 ദിവസം മുമ്പേ 2 ദിവസം മുമ്പേ അല്ലല്ലോ ഇത് അനൗൺസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു എക്സാം നടക്കുന്നു, നിങ്ങൾക്ക് എത്രത്തോളം സീരിയസ്നെസ് ഇല്ല, അതാണ് കാണിക്കുന്നത്. നിങ്ങളെന്നിട്ട് ഗേറ്റ് മുമ്പിൽ വന്ന് തലതല്ലി കരയുന്നു, നെഞ്ചത്തടിച്ച് കരയുന്നു, തല കുത്തിക്കിടക്കുന്നു, അച്ഛനും മോളും കരയുന്നു, അമ്മയും മോളും കരയുന്നു, കാല് പിടിക്കുന്നു, പോലീസിൻ്റെ കാല് പിടിക്കുന്നു, സെക്യൂരിറ്റിയുടെ കാല് പിടിക്കുന്നു. ഇത്രയും പ്രഹസനങ്ങൾ എന്തിനു കാണിക്കുന്നു? നിങ്ങൾക്കറിയില്ലേ നീറ്റ് എക്സാമിൻ്റെ ടൈമിംഗ് ആണോ 11 മണിക്ക് അവിടെ വരണം, 1:30ക്ക് എക്സാമാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ പ്രോസസ്സൊക്കെ ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് റൂമിലോട്ട് കയറുന്നത്, എക്സാം ഹാളിലോട്ട് കയറുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയത്തില്ലയോ? അപ്പോൾ അത് 1 വർഷത്തെ കോച്ചിങ് അല്ല, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചവർ എന്തുകൊണ്ട് 1 നിമിഷം അല്ലെങ്കിൽ 2 നിമിഷം അല്ലെങ്കിൽ 3 നിമിഷം മുമ്പ്, 1 മണിക്കൂർ മുമ്പ്, 2 മണിക്കൂർ മുമ്പ് എന്തുകൊണ്ട് എക്സാം സെൻറ്റർ വരുന്നില്ല? ഇതൊക്കെ തമാശയായിട്ട് നിങ്ങളൊക്കെ പഠിച്ച് ഡോക്ടറെ ഇറങ്ങി വന്നിട്ട് ഒരു രോഗിയുടെ ജീവൻ പോകാൻ 1 സെക്കൻഡിൻ്റെ ആവശ്യം, 1 നിമിഷത്തിൻ്റെ ഇല്ല നിങ്ങളുടെ അശ്രദ്ധ കാരണം. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൺസെപ്റ്റിൽ നിങ്ങളൊക്കെ പഠിച്ച് ഡോക്ടർ ആകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പഞ്ച്വാലിറ്റി മെയിൻ, അത് കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ ഏതൊരു കാര്യത്തിനും. ഇത് ഇന്ത്യയിലൊക്കെയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ വരും, അതൊരു പ്രത്യേക കാറ്റഗറിപ്പെട്ട ആളുകളുടെ ആയിരുന്നു അത്. പിന്നെ കുറേ ഷോ കാണിച്ചതാണ്. ഈവൻ നരേന്ദ്രമോദി ഒരു പ്രോഗ്രാമിന് പോയത് എയർപോർട്ടിൽ തന്നെ ഇരുന്ന് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പേരൻസും കുട്ടികളും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ പാർട്ടായ കാര്യങ്ങളാണ്. അതൊക്കെ ചെറിയ രീതിയിൽ സില്ലിയായിട്ട് തള്ളിക്കളയരുത് ഒരിക്കലും. അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനാണോ? ഇപ്പം നിങ്ങളെക്കാളും 2 ദിവസം മുമ്പേ 3 ദിവസം വന്ന് റൂം എടുത്ത് താമസിച്ച പിള്ളേരുണ്ട്, അവർ സമ്മതിക്കത്തില്ല. 1 മിനിറ്റല്ല, 1/2 മിനിറ്റല്ല, 1 സെക്കൻഡ് ലേറ്റായിട്ട് വന്നാൽ അനുവദിക്കരുതെന്നേ അവർ പറയത്തുള്ളൂ. നിങ്ങളെ ആരെയും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ 2 ദിവസത്തിന് മുമ്പേ ഒക്കെ വന്ന് താമസിച്ച് പരീക്ഷ എഴുതാൻ വന്ന് കിടക്കുന്ന പിള്ളേരെ ആണോ വലുത്? നിങ്ങൾ പരീക്ഷയുടെ ഗേറ്റ് അടച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ കയറാൻ വരുന്ന നിങ്ങളെയാണോ സമ്മതിക്കേണ്ടത്? ഒരിക്കലും ഇല്ല. ഞാൻ നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. പഞ്ച്വാലിറ്റി സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെ ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങളൊക്കെ പഠിച്ച ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് ഡോക്ടറെ കഴിയുമ്പോൾ ഒരു പേഷ്യൻറ്റ് വരുന്നുണ്ടേ, നിങ്ങളുടെ റൂമിലിരുന്ന് TV കാണുമ്പോൾ ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ജീവനാണ് പോകുന്നത്. പേഷ്യൻറ്റ് മരണപ്പെടാൻ എളുപ്പമാണ്. നിങ്ങളെയൊക്കെ കൂട്ടുള്ള വ്യക്തികൾ പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ ആവശ്യമില്ല. ഡോക്ടറാകാൻ രാപകൽ കഷ്ടപ്പെട്ട് എന്തും സഹിച്ചും കൊണ്ട പിള്ളേരുണ്ട്. രാപകൽ കഷ്ടപ്പെട്ട് ഒരു വർഷമൊക്കെ അതുങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് കോച്ചിങ്ങിന് പോയി എഴുതി ടോപ്പ് റാങ്ക് വന്ന് ഡോക്ടറാകണമെന്ന് പറഞ്ഞ പിള്ളേരുണ്ട്. അവരാകട്ടെ, ടാലൻറ്റഡ് പിള്ളേർ അവരാണ്. നിങ്ങളുടെ ഒക്കെ കൂട്ട് ആർക്കാ വേണ്ടി, എന്തിനാ വേണ്ടി, ആരെ കാണിക്കാൻ വേണ്ടി ഡോക്ടറാകേണ്ട കാര്യമില്ല. നിങ്ങളൊന്നും ഡോക്ടറാകേണ്ട കാര്യവും ഇല്ല. ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങളൊക്കെ അവിടെ കിടന്ന് എന്ത് ലേറ്റായിട്ട് വന്ന ഗേറ്റ് അടച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുമ്പിൽ കിടന്ന് എന്ത് നാടകം കാണിച്ചാലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. തെറ്റ് നിങ്ങളുടെയാണ്. ഇതൊക്കെ നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു കുഞ്ഞു കാര്യമൊന്നുമല്ല, ഒരു ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നാടകം കളിക്കാനായിട്ട് ആരും അതിന് സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആരും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. തെറ്റാണ്. തെറ്റിനെ തെറ്റ് തന്നെ പറയണം. ഇത്രയും വലിയ നിങ്ങൾക്ക് 5 മിനിറ്റ് മുമ്പ് വരാൻ പറ്റാത്ത നിങ്ങളൊക്കെ എന്തിനാണ് ഇനി പരീക്ഷ എഴുതി ഡോക്ടറാകേണ്ട? ഒരു കാര്യമില്ല. ലേറ്റായിട്ട് വരാനല്ല ശ്രമിക്കേണ്ടത്, 1 മണിക്കൂർ മുമ്പേ വരാനാണ് നോക്കേണ്ടത്. എന്തുകൊണ്ട് ലേറ്റാകുന്നു? 1 മണിക്കൂർ മുമ്പേ വാ. അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല?
എന്നിട്ട് ഇഷ്ടമുള്ള സമയത്ത് വന്നിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ കിടന്ന് ഈ നാടകം കാണിച്ചിട്ട് ആരും കാണത്തില്ല, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. ഒരു വീഡിയോയുടെ കമൻറ്റിൻ്റെ കീഴിലും നിങ്ങൾക്ക് ആർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ആളുകൾ കമൻറ്റ് ചെയ്തിട്ടില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കർണാടകയിൽ ഏതാണ്ട് കോൺഗ്രസ് റാലി നടന്നെന്ന് പോയി പപ്പുവിനോട് എന്ന് പറ, രാഹുൽ ഗാന്ധിയോട് എന്ന് പറ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തെറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, അതിന് തിരുത്തി മുമ്പോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ തെറ്റുകൾ നിങ്ങൾ തന്നെ തിരുത്തുക. ഇനിയും നമുക്കും വിഷമമുണ്ട്. ഇനി ഒരു വർഷം കൂടെ പഠിച്ച് കോച്ചിങ്ങിന് പോയിട്ട് അടുത്ത വർഷത്തെ പരീക്ഷ എഴുതാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു.